ഹലോ അസ്സലാമു നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾക്ക് നെയ് റോസ്റ്റും അതേപോലെ മസാല ദോശ, വെള്ളയപ്പം, പാലപ്പം എല്ലാം നമുക്ക് ഈ ഒരൊറ്റ കൂട്ടുകൊണ്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 കപ്പോളം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഉഴുന്നാണ്. ഇതിൽ ഞാൻ ഈസ്റ്റോ അതേപോലെ തന്നെ സോഡക്കാരൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഈ ഒരു ടീസ്പൂൺ ഉഴുന്ന് മാത്രമേ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഇനി നമ്മൾ ഈ കഴുകി എടുത്തതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടത് കുറച്ച് ചോറാണ്. അപ്പോൾ ഞാനൊരു 1/2 കപ്പോളം ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് നാളികേരം ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. നാളികേരം ഇത്തിരി അധികമായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അതേപോലെ 1/2 കപ്പ് ചോറും കൂടെ ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെക്കുക. ഒരു 6-7 മണിക്കൂർ നമ്മൾക്ക് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കണം. ഇനി നമ്മൾ അടുത്തത് പറയുന്നത്, നമ്മൾ നാളികേരമൊക്കെ അപ്പാപ്പം നമുക്ക് ചിരകി എടുക്കുന്നതിനേക്കാളും ഏറ്റവും എളുപ്പമാണ് നമ്മളൊരു 4-5 നാളികേരം ഇതേപോലെ ചിരകി ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആവശ്യ ടൈമിലൊക്കെ നമ്മൾക്ക് ഈ നാളികേരം ഉപയോഗിക്കാം. അപ്പോൾ നമ്മളൊക്കെ പ്രവാസികളാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നിട്ട് ഒരു വർഷത്തേക്കുള്ള നാളികേരമൊക്കെ ഇതേപോലെ നമ്മൾ ചിരകിച്ച് കൊണ്ടുവരും. മില്ലിൽ കൊണ്ടുപോയിട്ട് നമ്മളൊരു 50 നാളികേരമൊക്കെ ചിരകി നമ്മൾ കൊണ്ടുവരും. അതേപോലെ കുറച്ച് നമ്മൾ ഇതേപോലത്തെ കൊത്തു നാളികേരവും ഉണ്ടാക്കി നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുക്കും. ഒരു കേടും വരില്ല, നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. ഇനി ഞാൻ കാണിക്കുന്നത്, ഇത് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ഉള്ളതാണ്. കുക്കറിൻ്റെ മുകളിലായിട്ട് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് വെള്ളം വറ്റിക്കഴിഞ്ഞാലൊന്നും നമ്മൾ അറിയില്ല. അപ്പോൾ അതിനുള്ളൊരു പോംവഴിയാണ് നമ്മൾ ഇതേപോലെ ഒരു ചില്ലറ പൈസ, 2 ചില്ലറ പൈസ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മൾക്ക് ആ ഒരു പൈസയുടെ കിലുക്കം കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും ഇതിൽ വെള്ളം ഇല്ല എന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് കുക്കറൊക്കെ കരിഞ്ഞു പോകുന്നത് വെള്ളം വറ്റിപ്പോയിട്ടാണ്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ്. പിന്നെ അതേപോലെ നമ്മളെല്ലാവരും ഫ്ലാസ്കൊക്കെ ഉപയോഗിക്കുന്നവരാണ്, ചായ ഒക്കെ എടുത്ത് വെക്കാനായിട്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ കഴുകി വെച്ചാലും അതിലൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു കുക്കറിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് പൊക്കോളും, ചായയുടെ സ്മെല്ലൊക്കെ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ടിഷ്യൂ അല്ലെങ്കിൽ പേപ്പർ ഉണ്ടെങ്കിൽ കീറിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുലുക്കി കഴുകുകയാണെങ്കിലും നമ്മൾക്ക് ആ ഒരു സ്മെല്ലും ആ ഒരു ചായയുടെ ആ ഒരു മണമൊക്കെ പൊക്കോളും, നല്ല ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കുക. ഡെയിലിയൊക്കെ നമ്മൾ ചായ എടുത്ത് നോക്കുമ്പോൾ എങ്ങനെ ആയാലും അതിലൊരു ബാഡ് സ്മെൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രിക്ക് പറയുന്നത്. പിന്നെ അതേപോലെ നമ്മൾ വെള്ളം, ജ്യൂസൊക്കെ, അതേപോലെ നമ്മൾ ജീരകം വെള്ളം, കരിങ്ങാലി വെള്ളമൊക്കെ നമ്മൾ എടുത്ത് വെക്കുന്ന നമ്മളുടെ ആ ഒരു, അപ്പോൾ ഇതേപോലത്തെ ജഗ്ഗൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് കുക്കറിൻ്റെ മുകളിൽ തന്നെ നമ്മൾ എന്തെങ്കിലും പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ ഒരു ചൂട് വരുന്ന ടൈമിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ജീരകത്തിൻ്റെ അതേപോലെ തന്നെ കരിങ്ങാലിയുടെ ഒക്കെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ നമുക്ക് സ്റ്റീൽ കപ്പ്, സ്റ്റീൽ ഗ്ലാസ്സൊക്കെ അങ്ങനത്തെ ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ ഒക്കെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ പോയി കിട്ടും. ഇനി നമ്മളുടെ അരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം നൈറ്റാണ് ഞാനിത് അരച്ച് കൊടുക്കുന്നത്. ഇതേപോലെ നല്ല ഫൈനായിട്ട് തന്നെ ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒരു ലേശം നമ്മൾ ആ ഒരു മിക്സിയുടെ ജാറൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇതേപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്കിത് മൂടി വെക്കാം. ഇനി നമ്മൾക്ക് നാളെ എങ്ങനെയാണ് അതൊന്ന് നോക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഈസ്റ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം. നമ്മളിവിടെ ഉമ്മാക്ക് പ്രോബ്ലം ഉള്ള കാരണമാണ് നമ്മളിവിടെ ഈസ്റ്റ് കൂട്ടാത്തത്. അപ്പോൾ നമ്മൾ ഈസ്റ്റും സോഡാക്കാരൊന്നും കൂട്ടിയിട്ടില്ല. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. പക്ഷേ നമ്മളുടെ ആ ഒരു മാവ് ഇതേപോലെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ ആ ചൂടുള്ള കാരണം പെട്ടെന്ന് തന്നെ നമ്മളുടെ മാവ് നന്നായിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ തണുപ്പുള്ള സീസണിലൊക്കെ ആണെങ്കിൽ ഇത്തിരി ഈസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. പാലപ്പം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ പാലപ്പം ഉണ്ടാക്കി എടുക്കുന്നത്. നന്നായിട്ട് ബബിളൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മളുടെ ആ ഒരു പാലപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള പാലപ്പം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾക്ക് വെള്ളയപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലെ വെള്ളയപ്പം ഞാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ വെള്ളയപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ ഒരു കട്ടി ദോശ പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അധികം പരത്താതെ ഇതേപോലെ നല്ല ബബിളൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി കട്ടി ദോശ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആ ഒരു മാവ് വെച്ചിട്ടാണ് നമ്മൾ ഇത്രക്കും സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളുടെ ആ ഒരു ദോശ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് കുറേ ഈസ്റ്റും സോഡാക്കാരൊന്നും നമ്മൾക്കിത് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഹെൽത്തിനൊന്നും ഏറ്റവും നല്ലതല്ല അതൊന്നും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ ഒരു മസാല ദോശയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിത് പരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാല ദോശ പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേപോലെ നന്നായിട്ട് ഞാൻ പരത്തിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടറോ നെയ്യോ പരട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്കിതിൻ്റെ മുകളിൽ നമ്മളുടെ ആ ഒരു മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു മസാല ദോശ പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി. ഇനി നമ്മൾക്ക് നെയ് റോസ്റ്റ് വേണമെങ്കിലും ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കനം കുറച്ചിട്ടാണ് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ഒരു കൂട്ടുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമ്മൾ പറയുന്നത് തൈറോയിഡിനുള്ളൊരു സൊല്യൂഷനാണ്. ഈ ഒരു റെമഡി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തൈറോയ്ഡ് നന്നായിട്ട് നിങ്ങൾക്ക് നോർമലാവുകയും ചെയ്യും. വളരെയധികം നല്ലതുമാണ് ശരീരത്തിന് മല്ലിവെള്ളം കുടിക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കത് നന്നായിട്ടൊന്ന് കഴുകി വാറ്റ് വെച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നൈറ്റാണ് ഇതുപോലെ ചെയ്ത് വെക്കേണ്ടത്. ഇതേപോലെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി ഒരു ഗ്ലാസ് ഇതുപോലെ കുടിക്കുകയാണെങ്കിൽ നമ്മളുടെ തൈറോയിഡിന് ഭയങ്കരമായിട്ട് ആശ്വാസം കിട്ടും. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഈ ഒരു ചായപാത്രത്തിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾക്കിതൊരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മളിതിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 1/4 ഗ്ലാസ് ആക്കിയിട്ടാണ് ഞാനിത് എടുക്കുന്നത്. ഈ ഒരു രൂപത്തിൽ നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ മല്ലിവെള്ളം ഏറ്റവും നല്ലതാണ്. തൈറോയിഡിന് നല്ല ബെനിഫിറ്റാണ്. ഡെയിലി നമ്മൾ മെഡിസിൻ കഴിക്കുന്നതോടൊപ്പം ഈ ഒരു വെള്ളവും കുടിക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ മെഡിസിൻ കുറയ്ക്കാനൊക്കെ പറ്റും. ഇതേപോലെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് തൈറോയ്ഡ് ഇല്ലെങ്കിലും നമ്മൾക്ക് ഈ ഒരു വെള്ളം ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. ശരീരത്തിൻ്റെ ഉഷ്ണം, ചൂട് ഒക്കെ നമുക്ക് ഇല്ലാതാക്കാം ഈ ഒരു മല്ലിവെള്ളം കൊണ്ട്. അപ്പോൾ നിങ്ങൾ തൈറോയ്ഡ് ഉള്ളവർ ഡെയിലി ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനൊരു കുറുമ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഫ്രീസറിൽ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്കിതിലേക്ക് മറ്റുള്ള സാധനങ്ങൾ കൂടി വേപ്പില, പച്ചമുളക്, പൊട്ടാറ്റോ, ക്യാരറ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കുറുമ പോലെയാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് എല്ലാത്തിനൊപ്പം ഒരുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാല കൂടി ഞാനിതൊന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് അടപ്പത്ത് വെക്കുന്നുണ്ട്. ഇനി കുറച്ച് നാളികേരം, വെളുത്തുള്ളി, അതേപോലെ കുറച്ച് വേപ്പില, ചുവന്നുള്ളി കൂടി നമ്മൾക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനി അതുകൂടെ നമുക്ക് അരച്ച് നമ്മളുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈസി ആയിട്ട് നമ്മൾക്ക് ഒരു കുറുമ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടിപ്പാണിത്. ഇനി ഇതിലേക്ക് നമ്മളുടെ ആ ഒരു അരച്ചത് കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾക്കിത് കടുക് വറുത്ത് നമുക്ക് സർവ് ചെയ്യാം. അടിപൊളിയായിട്ടും സിമ്പിളായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട്